അപ്പോൾ ഇന്നലെ എടുത്ത സ്റ്റോറിയുടെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ്. He left the temple very sorrowfully and began to wonder what he should do. അപ്പോൾ അവനെന്താ സാവധാനം സങ്കടത്തോടെയാണേലും തൻ്റെ ആ ടെമ്പിളിൽ നിന്നും അവൻ ഇറങ്ങി. ആൻഡ് ബിഗാൻ ടു വണ്ടർ വാട്ട് ഹീ ഷുഡ് ഡു. അപ്പോൾ അവൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്താ ചെയ്യുക, അതാണ് അവൻ ചിന്തിക്കുന്നത്. If he went straight home, he felt sure his father would punish him for having been disobedient to the priest. So he was afraid to go home. അപ്പോൾ അവൻ്റെ അച്ഛൻ എന്തിനാണ് അവനെ കൊണ്ടുവിട്ടത്? അവനൊരു നല്ല പ്രീസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവിട്ടത്. അപ്പോൾ ഈ ഫാദറിൻ്റെ അടുത്ത് ഇവനിങ്ങനെ വളരെ മോശമായിട്ടാണ് നിന്നതെന്ന് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും തന്നെ ശിക്ഷിക്കുമെന്ന് ഇവന് അറിയാം. അതുകൊണ്ട് അവൻ എന്ത് തീരുമാനിച്ചു? എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. All at once he remembered that the next village 12 miles away there was a very big temple. അപ്പോഴാണ് അവൻ ചിന്തിച്ചത്, എന്താ അവനിങ്ങനെ ഓർത്തെടുത്തത്, ഒരു 12 മൈൽ അകലെ എന്തുണ്ട്, അവിടെ ഒരു വലിയ ടെമ്പിൾ ഉണ്ട്. He had heard there were several priests at that temple and he made up his mind to go to them and ask them to take him for their accolade. അപ്പോൾ ഒരു 10-12 മൈൽ അകലെ ആരുണ്ട്? ഒരു നല്ല വലിയൊരു ബിഗ് ടെമ്പിൾ ഉണ്ട്. അവിടെ പോയിട്ട് അവിടെയുള്ള പ്രീസ്റ്റിനോട്, അവിടുത്തെ ടെമ്പിളിലെ പ്രീസ്റ്റിനോടൊക്കെ ചോദിക്കാം, എന്ത് ചോദിക്കാം? എന്നെ അവരുടെ സഹായിയായി, അക്വലേറ്റ് ആയിട്ട് നിയമിക്കുമോ എന്ന് ചോദിക്കാം. Now that big temple was closed up, but the boy did not know this fact. പക്ഷേ ആ ടെമ്പിളിന് ഒരു കുഴപ്പമുണ്ടെന്ന്, ആ ടെമ്പിള് പൂട്ടിക്കിടക്കുക. ബട്ട് ദ ബോയ് ഡിഡ് നോട്ട് നോ ദിസ് ഫാക്ട്. പക്ഷേ ബോയ്ക്ക് എന്താ ആ സത്യാവസ്ഥ അറിയില്ലായിരുന്നു. The reason it had been closed up was that a goblin had frightened the priest away and had taken possession of the place. അപ്പോൾ അത് പൂട്ടാനുള്ള കാരണം എന്താ? ഒരു ഗോബ്ലിൻ റാറ്റ്, ഒരു വലിയ ഗോബ്ലിൻ, അവിടെ ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ പേടിക്കുന്ന ഭീകരരൂപമായിട്ടുള്ള വളരെ വലിയ ഭീകരരൂപിയായ ഒരു ജീവി അവിടെ ഉണ്ടായിരുന്നു. അത് ആളുകളെയൊക്കെ ഭയപ്പെടുത്തി, അവിടുത്തെ പ്രീസ്റ്റിനെയൊക്കെ ഭയപ്പെടുത്തി ഓടിച്ചു. എന്നിട്ട് ആ സ്ഥലം കീഴടക്കി വെച്ചേക്കുക. വലിയൊരു റാറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കാരണമാണ് ആ ടെമ്പിള് പൂട്ടിക്കിടക്കുന്നത്. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. അപ്പോൾ കുറച്ച് ധൈര്യശാലികളായ ആൾക്കാരെന്താ ചെയ്തേ? ഞങ്ങളതിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കേമത്തിൽ പോയി. പക്ഷെ അവരെ പിന്നെ ആരും ജീവനോടെ കണ്ടിട്ടില്ല. Nobody had ever told these things to the boy, so he walked all the way to the village hoping to be kindly treated by the priest. അപ്പോൾ അവിടെയൊന്നും അവൻ ആരെയും കണ്ടില്ല. So he walked all the way to the village hoping to be kindly treated by the priest. അപ്പോൾ ആ വില്ലേജിൻ്റെ എല്ലാ സ്ഥലത്തോടും നടന്ന പ്രീസ്റ്റിനെ കാണുന്നോടം വരെ ഇങ്ങനെ നടക്കുകയാണ്. When he got to the village, it was already dark and all the people were in bed. But he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. People who tell the stories say the goblin used to make. When he got to the village, it was already dark. അപ്പോൾ അവൻ ഇരുട്ടിയിട്ടാണ് നമ്മുടെ വില്ലേജിലെത്തിയത്. എല്ലാ ആൾക്കാരും ഉറങ്ങി തുടങ്ങി. But he saw the big temple on a hill at the other end of the principal street. അപ്പോൾ ആ സ്ട്രീറ്റ് അവസാനിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു കുന്നിൻ്റെ മുകളിൽ ഈ ടെമ്പിൾ അവൻ കണ്ടു. ആൻഡ് ഹി സോ ദർ വാസ് എ ലൈറ്റ് ഇൻ ദ ടെമ്പിൾ. അതുകൂടാതെ ആ ടെമ്പിളിൽ ഒരു ലൈറ്റും കൂടി അവൻ കണ്ടു.
People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. അപ്പോൾ ആളുകൾ മനഃപൂർവ്വം അവിടെ ഒരു ലൈറ്റ് കത്തിച്ചിട്ടേക്കുന്നത് എന്തിനാ? ആരെങ്കിലും ട്രാവൽ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും യാത്രക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചോദിക്കുമല്ലോ, അപ്പോൾ അവരോടെല്ലാം ഈ കാര്യങ്ങളെല്ലാം പറയാമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ലൈറ്റ് കത്തിച്ചിട്ടേക്കുന്നതാണ്. The boy went at once to the temple and knocked. അപ്പോൾ നമ്മുടെ ബോയ്ക്ക് ഒരു പേടിയില്ലാതെ, അവൻ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലല്ലോ, അപ്പോൾ അവൻ എന്താ ആ ടെമ്പിളിലേക്ക് കയറി പോകാൻ തുടങ്ങി. എന്നിട്ട് നോക്ക് ചെയ്തു, അതിൻ്റെ കഥകളിങ്ങനെ മുട്ടി. There was no sound inside. അപ്പോൾ ഒരു സൗണ്ടും അവനകത്ത് കേൾക്കുന്നില്ല. He knocked and knocked again, but still nobody came. അവൻ വീണ്ടും വീണ്ടും മുട്ടി നോക്കി, പക്ഷെ ആരും തന്നെ ആ കഥ വന്നില്ല. At last he pushed gently at the door and was quite glad to find that it had not been fiddled. So he went in and saw a lamp burning, but no priest. അപ്പോൾ അവന് ആരും മുട്ടിയിട്ടൊന്നും വരാത്തതുകൊണ്ട് അവൻ ആ കഥയിൽ നിന്ന് ഒരു തള്ളു കൊടുത്തു. അപ്പോൾ എന്താ, കഥ ഓപ്പണായി. പക്ഷെ അവിടെ ഒന്നും അവന് പ്രീസ്റ്റിനെ ഒന്നും കാണാൻ സാധിച്ചില്ല. He thought some priest would be sure to come very soon. അവൻ ചിന്തിച്ചു, ഏതെങ്കിലും പ്രീസ്റ്റ് എന്തായാലും ഈ വഴിയെ വരാണ്ടിരിക്കില്ല. ആൻഡ് ഹി സാറ്റ് ഡൗൺ ആൻഡ് വെയിറ്റഡ്. അത് ഓർത്തുകൊണ്ട് അവൻ ചിന്തിച്ചുകൊണ്ട് അവൻ അവിടെ പ്രീസ്റ്റ് വരുന്നത് നോക്കിയിരുന്നു. Then he noticed that everything in the temple was grey with dust and thickly spun over with cobwebs. അപ്പോൾ അവിടെ മൊത്തം എന്താ, പൊടിയും ഡസ്റ്റും പൊടിയും അഴുക്കും എല്ലാം പുരണ്ട് കിടക്കുകയാണ്. അതുകൂടാതെ എന്താ, ഫുള്ള് ചെലന്തി വലയൊക്കെ കെട്ടിക്കിടക്കുക. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അപ്പോൾ അവൻ ചിന്തിച്ചു, എന്തായാലും പ്രീസ്റ്റിന് എന്നെപ്പോലെ ഒരു അക്വലേറ്റിനെ ആവശ്യമുണ്ട്. എന്തിനാ, ഈ സ്ഥലമെല്ലാം ക്ലീൻ ചെയ്യണ്ടേ. അപ്പോൾ എന്തായാലും എന്നെ അക്വലേറ്റ് അയക്കും, എന്നെപ്പോലെ അക്വലേറ്റിനെ നമ്മുടെ പ്രീസ്റ്റിന് ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും അക്വലേറ്റ് ആയിട്ടൊരു സ്ഥാനം ഇവിടെ കിട്ടും. He wondered why they had allowed everything to get so dusty. അതുപോലെ തന്നെ അവൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ചിന്തിക്കുക, എന്തുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ഇത്രയും പൊടി പിടിച്ച് കിടക്കുന്നോടം വരെ അഴുക്കാക്കിയിരുന്നത്, എന്തുകൊണ്ടാണെന്ന്. What most pleased him, however, were some big white screens good to paint cats upon. അപ്പോൾ അവൻ കണ്ടിച്ച് വലിയ വൈറ്റ് ബോർഡ്, വെള്ള ബോർഡായിട്ട് സ്ക്രീനൊക്കെ അവിടെ കണ്ടു. അവന് ക്യാറ്റിനെ വരയ്ക്കാൻ പറ്റിയ തരത്തിലുള്ള വലിയ സ്ക്രീനുകൾ. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cat. അങ്ങനെ അവൻ ഒന്നുകൂടെ തപ്പിയപ്പോൾ അവിടെ കുറച്ച് റൈറ്റിംഗ് ബോക്സും അതേപോലെ തന്നെ അതിലെന്താ കുറച്ച് മഷിയെല്ലാം കണ്ടു. അപ്പോൾ അവൻ വീണ്ടും വരയ്ക്കാൻ തുടങ്ങി. എന്തിനെ, ക്യാറ്റ്സിനെ. He painted a great many cats upon the screens and then he began to feel very very sleepy. And then അവൻ ഒരുപാട് ക്യാറ്റിനെയൊക്കെ വരയ്ക്കാൻ തുടങ്ങി സ്ക്രീനിൽ. പക്ഷെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വളരെ സാഡായിട്ട് തോന്നി, അവൻ ഉറക്കം വരാൻ തുടങ്ങി. And he was just on the point of laying down to sleep beside one of the screen when he suddenly remembered the word. അപ്പോൾ അതിനിടയ്ക്ക് അവനിങ്ങനെ ഉറക്കം വന്ന് തൂങ്ങിയാടുക. അപ്പോൾ അവൻ എന്താ ചെയ്തത്, അപ്പോൾ പെട്ടെന്ന് ഉറങ്ങാൻ വേണ്ടി നോക്കിയപ്പോഴാണ് അവന് നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വന്നത്. എന്താ പറഞ്ഞത്, അവോയ്ഡ് ലാർജ് പ്ലേസ്, കീപ് ടു സ്മോൾ. അപ്പോൾ എന്താ നമ്മുടെ പ്രീസ്റ്റ് പറഞ്ഞ, വലിയ പ്ലേസുകൾ ഒഴിവാക്കുക, ചെറിയ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയാണ് നമ്മൾ പ്രീസ്റ്റ് പറഞ്ഞത്. അതപ്പോൾ അവൻ ഓർത്തു. The temple was very large, he all alone, and as he thought of these words, ടെമ്പിൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആൻഡ് ഹി വാസ് ഓൾ അലോൺ, അവൻ ഒറ്റയ്ക്കുമാണ്. ആൻഡ് ഹി തോട്ട് ഓഫ് ഹിർസെൽഫ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിച്ചത്. Though he could not quite understand them, he began to feel for the first time a little afraid. അപ്പോഴാണ് അവൻ ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നി തുടങ്ങി. കാരണം അവൻ ആ വലിയ ടെമ്പിളിൽ ഒറ്റയ്ക്കല്ലേ. And he resolved
to look for a small place in which to sleep. He found a little cabinet with sliding door and went into it and shut himself up. Then he lay down and felt fast asleep. അപ്പോഴവന് ഒരു ചെറിയ സ്ഥലത്തിനായി അവൻ തിരിച്ചു നടത്തി. അപ്പോൾ അവനൊരു ചെറിയ ബോക്സ് കണ്ടു. ഹി ഫൗണ്ട് എ ലിറ്റിൽ ക്യാബിനറ്റ്, ഒരു ചെറിയ ക്യാബിനറ്റ് മീൻസ് എ ലിറ്റിൽ ബോക്സ്. ആൻഡ് സ്ലൈഡിങ് ഡോർ, അതിനൊരു നീക്കാൻ പറ്റുന്ന ഒരു ഡോറും ഉണ്ടായിരുന്നു. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ്, അവൻ അതിനകത്ത് കയറി ആ ഡോറ് പയ്യെ അടച്ചു. ആൻഡ് അതിനകത്ത് തുടങ്ങി അതിനകത്തേക്ക് കയറി കിടന്ന് വേഗം ഉറങ്ങാൻ തുടങ്ങി. Very late in the night, he was awakened by a most terrible noise, a noise of fighting and screaming. അപ്പോൾ രാത്രിയായപ്പോൾ അവന് ഒരുപാട് ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്താ, ഭയങ്കര ഒച്ചപ്പാടുകൾ, എന്തൊക്കെയാ, ഫൈറ്റ് ചെയ്യുന്നതിൻ്റെയും എന്തൊക്കെയോ തല്ലുണ്ടാക്കുന്നതിൻ്റെയും ഒക്കെ ഒരു സ്ക്രീമിങ്, കാറുന്നതിൻ്റെയും വലിക്കുന്നതിൻ്റെയും എല്ലാം ഒരുപാട് ഒച്ചപ്പാട് കേട്ടു. ഇറ്റ് വാസ് സോ ഡ്രെഡ്ഫുൾ ദാറ്റ് ഹി വാസ് അഫ്രൈഡ് ഈവൻ ടു ലുക്ക് ത്രൂ എ thick of a little cabinet. He lay very still, holding his breath for fright. അപ്പോൾ അവനെ അതിനകത്ത് ഇറങ്ങി നോക്കാൻ ഒരു പേടി. അതുകൊണ്ട് തന്നെ അവൻ പെട്ടിക്കകത്ത് അനങ്ങാണ്ട് ശ്വാസം അടക്കി പിടിച്ച് പെട്ടിയിൽ തന്നെ കിടന്നു. The light that had been in the temple went out, but the awful sound continued. അപ്പോൾ നമ്മുടെ ടെമ്പിളിലെ ലൈറ്റൊക്കെ പയ്യെ അണഞ്ഞു, പക്ഷേ ആ സൗണ്ട്, സ്ക്രീമിങ്ങിൻ്റെയും വഴക്കുണ്ടാക്കുന്നതിൻ്റെയും അങ്ങനത്തെ എല്ലാ സൗണ്ടും പിന്നെയും തുടർന്നു പോന്നു. ആൻഡ് ബിക്കം മോർ അവർഫുൾ ആൻഡ് ഓൾ ദ ടെമ്പിൾ ഷുക്ക്. അപ്പോൾ ടെമ്പിൾ മൊത്തത്തിൽ കുലുങ്ങുന്ന പോലെയൊക്കെ അവന് തോന്നി. ആഫ്റ്റർ എ ലോങ് ടൈം സീൻസ് കെയിം, ബട്ട് ദ ബോയ് വാസ് സ്റ്റിൽ അഫ്രൈഡ് ടു മൂവ്. പക്ഷെ കുറേ സമയം കഴിഞ്ഞു, എന്നാലും ഇവന് ബോയ്ക്ക് അവിടെ നിന്ന് അനങ്ങാൻ പേടി. ഹി ഡിഡ് നോട്ട് മൂവ് അൺടിൽ ദ ലൈറ്റ് ഓഫ് ദ മോർണിംഗ് സൺ ഷോൺ ഇൻ ടു ദി ക്യാബിനറ്റ് ത്രൂ ദി ചീക്ക് ഓഫ് ദി ലിറ്റിൽ ഡോർ. അപ്പോൾ നേരം വെളുത്തിട്ട് അവന് കിടന്ന ക്യാബിനറ്റിൻ്റെ ഇടയിൽ കൂടെ ലൈറ്റ്, പ്രഭാത വെളിച്ചം വന്നപ്പോഴാണ് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തയ്യാറായത്. അല്ലാതെ ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കര പേടിയായിരുന്നു. Then he got out of his hiding place very consciously and looked about. അപ്പോൾ അവൻ ആ പെട്ടിയിൽ നിന്ന് പയ്യെ പുറത്തിറങ്ങി. എന്നിട്ട് the first thing he saw was that all the floor of the temple was covered with blood. അപ്പോൾ അവൻ ഇറങ്ങിയപ്പോൾ എന്താ കണ്ടത്? ടെമ്പിളിൻ്റെ ഫ്ലോർ മൊത്തം, നിലം മൊത്തം രക്തം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. ആൻഡ് ദെൻ he saw lying dead in the middle of it an enormous monstrous rat, a goblin rat bigger than a cow. അപ്പോഴാണ് അവൻ കണ്ടത് എന്താ, ഒരു വലിയ വലിയ ഒരു മോൺസ്ട്രസ്, ഭീകരമായ ഒരു റാറ്റ്, ഗോബ്ലിൻ റാറ്റ്, ബിഗർ ദാൻ എ കൗ, ഒരു പശുവിനേക്കാളും വലിപ്പമുള്ള ഒരു റാറ്റ്. കണ്ടിട്ടുണ്ടെങ്കിൽ പേടിയാവുന്ന തരത്തിലുള്ള റാറ്റിനെ അവനവിടെ ചത്ത് കിടക്കുന്ന നിലയിൽ കണ്ടത്. ബട്ട് ഹു ഓർ വാട്ട് കുഡ് ഹാവ് കിൽഡ് ഇറ്റ്. പക്ഷെ എന്താണിത് കൊന്നത്, ആരാണ് കൊന്നത്, ഇതൊന്നും അവന് ചിന്തിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. There was no man or other creatures to be seen. പക്ഷെ അവിടെ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ വേറെ എന്തിനേലും ഒന്നും അവൻ കണ്ടിട്ടില്ല. Suddenly the boy observed that the mouth of the cats he had drawn the night before were red and wet with blood. അപ്പോഴാണ് അവൻ കണ്ടത് എന്താ, അവൻ തലേന്ന് രാത്രി വരച്ച എന്താ പൂച്ചേൻ്റെയൊക്കെ വായിൽ എന്താ ബ്ലഡ് കൊണ്ട് നനഞ്ഞിരിക്കുന്നു. Were red and wet with blood. Then he knew that the goblin had been killed by the cats which he had drawn. അപ്പാണ് അവന് മനസ്സിലായത് എന്താ, ഈ ഗോബ്ലിനെ കൊന്നത് അവൻ്റെ റാറ്റുകളാണ്, അവൻ വരച്ച റാറ്റുകളാണ്. And then also for the first time he understood why the wise old priest had said to him, avoid large place at once, at night keep to small. അപ്പോഴാണ് അവന് മനസ്സിലായത്, നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞത് എന്ത്, വലിയ പ്ലേസുകൾ ഒഴിവാക്കി ചെറിയ പ്ലേസുകൾ തിരഞ്ഞെടുക്കാൻ നമ്മുടെ ഓൾഡ് പ്രീസ്റ്റ് പറഞ്ഞതിൻ്റെ അർത്ഥം അവന് അപ്പോഴാണ് മനസ്സിലായത്. Afterward, the boy became a very famous artist. Some of the cats which he drew are still shown to the travelers in Japan.
അതിനുശേഷം അവൻ വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായി മാറി. സം ഓഫ് ദ ക്യാറ്റ്സ് വിച്ച് ഹി ഡ്രൂ ആർ സ്റ്റിൽ ഡോൺ ഇൻ ദ ട്രാവലേഴ്സ് ഇൻ ജപ്പാൻ. അപ്പോൾ ജപ്പാനിലെ പല സ്ഥലങ്ങളിലും അവൻ വരച്ച ക്യാറ്റുകളെ ഇന്നും ട്രാവലേഴ്സിനെ അവിടെ യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഒന്നുകൂടെ വായിച്ചു നോക്കി മനസ്സിലാക്കുക. So please subscribe and share my channel.